ഒരു സമവായത്തിന്റെ പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ 240 സീറ്റുകളാണ് BJPക്ക് ഒറ്റയ്ക്കുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റിന്റെ കുറവുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കണം, ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകണം എന്നൊരു നിലയുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനും സഹകരിക്കാവുന്നതല്ലേ? വരുന്ന 5 വർഷം എന്തായാലും ഗവൺമെന്റിനെ റൺ ചെയ്യേണ്ടത് ഈ പ്രധാനമന്ത്രിയും ഈ സർക്കാരുമാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുമോ അതോ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ജനങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാത്ത പക്ഷം ജനങ്ങളുടെ വിലയിരുത്തൽ നിങ്ങൾക്കെതിരായി വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ശ്രീ സുരേഷ് അദ്ദേഹം ഇപ്പോഴും ഈ മോദി മാനിയയിൽ ഇങ്ങനെ ഭ്രമിക്കുക. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹം അത് നടന്നുകൊണ്ടേയിരിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന അദ്ദേഹം ചില കണക്കുകൾ പറഞ്ഞു. ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പിന്നീട് ചർച്ചയാകാമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ വളരെ വളരെ ജെന്റിലായിട്ടുള്ള ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു പ്രപ്പോസൽ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് സമവായത്തിൻ്റെതായ ഒരു രാഷ്ട്രീയം വേണം ഇന്ത്യയുടെ പുരോഗതിക്ക്. ശരി, സമ്മതിക്കുന്നു. സമവായത്തിൻ്റെതായ രാഷ്ട്രീയം ഇവിടെ ആരംഭിക്കാം. ഒരു പാർലമെൻറ്റിൽ ആദ്യം എന്താണ് നടക്കുന്നത്? അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. പ്രോട്ടോ സ്പീക്കറെ തീരുമാനിച്ചു, തോന്നുംപടി തീരുമാനിച്ചു, അത് കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമെങ്കിലും നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു, സമവായം ആവശ്യമാണ്. ശരി, ഞങ്ങൾ തയ്യാർ. ആദ്യത്തെ കടമ്പ എന്താണ് അഭിലാഷം എന്ന് പറയൂ. പാർലമെൻറ്റിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അനർഹമായതൊന്നും ആവശ്യപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്പർ ഞങ്ങൾക്ക് ഫേവർ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞങ്ങൾ അത് കീഴ്വഴക്കമനുസരിച്ച് ഇല്ല. ശരി, വേണ്ട. പക്ഷേ ഇപ്പോൾ കീഴ്വഴക്കമനുസരിച്ച് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമവായത്തിൻ്റെ ടെസ്റ്റ് ഡോസ് അവിടെ ആരംഭിക്കാം. ആ ടെസ്റ്റ് ഡോസിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ ചൂടും വയ്ക്കുന്നത് നമുക്ക് സൂക്ഷിച്ച് മുന്നോട്ട് പോകാം എന്ന് വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി പറഞ്ഞില്ലേ? ഞങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയോ വേണമെങ്കിലും സ്പീക്കറായി നിർത്തിക്കൊള്ളൂ, പക്ഷേ ഞങ്ങൾ ആരെയും നിർത്താതെയും ഇരിക്കാം, പ്രൊവൈഡഡ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ത്യ അലയൻസിന് തരും എന്ന ഒരു ഉറപ്പ് കാണാം. എന്തേ അപ്പോൾ സമവായം എന്നുള്ള വാക്ക് മറന്നു പോകുന്നു? എന്തേ അവിടെ എന്താണ് പ്രശ്നം? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? അപ്പോൾ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും സമവായത്തിൻ്റെ ഭാഗമായി അർഹതപ്പെട്ട പ്രതിപക്ഷത്തിന് നൽകാൻ കഴിയില്ല എന്ന ഏകാധിപത്യ മനോഭാവത്തിൻ്റെ അസ്ഥികൂടം അദ്ദേഹത്തെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അതിൻ്റെ ബാക്കി പത്രമായി തീരുമാനം. അപ്പോൾ ഇത്രയേറെ തിരിച്ചടികളിൽ നിന്നും ഉൾക്കൊള്ളുന്നില്ല, ഇവരൊന്നും ഇത് ഉൾക്കൊള്ളുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ പ്രധാനമന്ത്രിയുടെ മികവിനെക്കുറിച്ചൊക്കെയാണ്. ഞാൻ പ്രധാനമന്ത്രിയുടെ നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ SP-യും കോൺഗ്രസ് കൂടെ മത്സരിച്ചതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. 2019 അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 4,79,505 അന്ന് SP സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത് 1,95,000 വോട്ടാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത് 1,50,50,000 വോട്ടാണ്. 3,47,000 വോട്ടാണ് മൊത്തത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. 3,47,000. എന്നാൽ ഇത്തവണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് 4,60,000 വോട്ടാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് 6,74,000 വോട്ടാണ്. ഇപ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ചത് 6,12,000 വോട്ടാണ്. ഒരു കുറവുമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. ഇനി പെർസെൻറ്റേജ് വൈസ് തന്നെ സംസാരിക്കാം, അതാണല്ലോ പക്കയാവുന്നത്. സ്വാഭാവികമായിട്ടും 100-ൽ എത്ര ശതമാനം വോട്ട് അദ്ദേഹത്തിന് കൂടുതലായി കിട്ടിയാലേ കുറച്ച് കിട്ടി. 2019 അപേക്ഷിച്ച് 2024 റിസൾട്ട് എടുക്കുമ്പോൾ 9.38% വോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമായി കുറവ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 2019 കിട്ടിയതിനേക്കാൾ 10% വോട്ട് കുറവ് വന്നിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രിക്ക് തൻ്റെ സ്വന്തം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 10% വോട്ട് ഷെയർ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ തള്ളുന്നത്? നിങ്ങൾ ആരെയായി തള്ളി കൊണ്ടുവരുന്നത്? അപ്പോൾ അദ്ദേഹം നയിച്ച മുന്നണിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഭരണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് സെഗ്മെൻറ്റിൽ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ഭൂരിപക്ഷം നേടാനായില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനത്ത് മുൻപെങ്ങുമില്ലാത്ത വിധം തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ UP-യിൽ ഉൾപ്പെടെ ചരിത്രത്തിലാദ്യമായി വളരെ ഈ കഴിഞ്ഞ 10-20 വർഷത്തിനിടയ്ക്ക് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ വസ്തുതകളായി കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം അത്ര എന്താ പറയുന്നത് ഒറ്റയാനായി നടന്ന കാലഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇടത് സൈഡിൽ ചന്ദ്രബാബു നായിഡുവും വലത് സൈഡിൽ നികേഷ് കുമാറും വേണമെന്ന യാഥാർത്ഥ്യം അദ്ദേഹം ഈ ദിവസം പോലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളിടത്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയം ചെന്ന് നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞ സമവായം ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് സമവായം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സുരേഷ് പറഞ്ഞത്.
സുരേഷ് എന്തായാലും ശിവദാസൻ സുരേഷ് ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ സുരേഷ് ഞാനിവിടെ ചർച്ചയിൽ ഉള്ളതായി പോലും ഭാവിച്ചില്ല. ഞാൻ ചോദിച്ച കാര്യങ്ങളൊന്നും അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല. ഏതായാലും ഇവിടെ 143 പേരെ സസ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ സമവായം നടത്തിയതേ. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ 30 സെക്കൻഡ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിനോട് ഒറ്റ ചോദ്യം, ഈ എന്താ പറയുന്നത്, അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഘോരഘോരം പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. അതിന് കന്യാകുമാരിയിൽ പോയി PR ഏജൻസിയോടൊപ്പം മറ്റേ ഇൻവെർട്ടഡ് കോമയിൽ ധ്യാനം ഇരുന്നാൽ പോരാ. ജനങ്ങളുടെ മനസ്സറിയണം. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങൾ കൂടെ നിൽക്കൂ. അതുകൊണ്ടാണ് 303 സീറ്റ് ഉണ്ടായിരുന്ന അതുകൊണ്ടാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഇടവും വലവും നിൽക്കാൻ ഓരോരുത്തരെ വേണ്ടി വന്നത്. നിങ്ങൾ 400 സീറ്റ് എന്ന് പറഞ്ഞ നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ചു 40 സീറ്റ് എന്ന്. ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. സൂക്ഷിച്ചോളുക. ശരി, ഓക്കെ, വളരെ നന്ദി.